Libby's Kitchen Cheers. Please subscribe. ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്സ് വിത്ത് മിക്സ്ഡ് ഓട്സും മൈദയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 1.5 കിലോ ചിക്കനാണിത്. ഇത് ഞാൻ വലിയ പീസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മസാല ഇടാൻ പോവാണ്. കുറച്ച് തൈരിടുകയാണ്. ആദ്യമേ കുറച്ച് തൈരിട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാവേ. ഇനി ഒരു പാത്രത്തിൽ ഞാൻ ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓട്സും കൂടി ഇട്ട് കൊടുത്തു. ഓട്സ് ഞാൻ ഒരു 1/2 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളുപ്പിട്ട് കൊടുത്തു. ഇനി ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ടത് ചിക്കൻ ഫ്രൈ മസാലയാണ്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണേ. ഇനി ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ആദ്യം നമ്മുടെ ഓട്സും മൈദയും കൂടെ വെച്ച പൊടിക്കൂട്ടിലേക്ക് മുക്കി എടുത്തിട്ട് മുട്ട അടിച്ചതിനകത്തോട്ടും നമ്മൾ മുക്കി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഓട്സിൻ്റെ കൂട്ടിലേക്ക് മുക്കി നന്നായിട്ട് മുക്കിയെടുത്ത് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നമുക്ക് ചെയ്യാവേ. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെടുത്ത് നമ്മുടെ പൊടിക്കൂട്ടിലേക്ക് ഒന്ന് മുക്കി മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ വീണ്ടും പൊടി നന്നായിട്ട് വിതറിയിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെച്ചു. അങ്ങനെ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വെള്ളം ഒഴിക്കാം. ഇനി ഞാൻ ആ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊരു സിമ്മായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. കാരണം നമുക്കൊരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു സിമ്പായിട്ടിടണം നമ്മുടെ തീയെ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പുറത്താണ് കത്തിക്കുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുമെന്നില്ല. എങ്കിൽ ഞാനത് കുറച്ച് തീയായിട്ട് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊന്ന് മുരിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്.
ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്.